നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ 2 കസ്റ്റമർ ലോഞ്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഇന്ത്യസ് ലാർജസ്റ്റ് SUV മാനുഫാക്ചറർ ടാറ്റ മോട്ടോഴ്സ്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് അത് മാത്രമല്ല കേട്ടോ, ഒരു കുടക്കീഴിൽ പല റേഞ്ചിലുള്ള വാഹനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഹാച്ച് ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്, മിനി SUV ഉണ്ട്, മൈക്രോ SUV ഉണ്ട്, ഫുൾ സൈസ് SUV ഉണ്ട്, 7 സീറ്റർ SUVs ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ബ്രാൻഡാണ് ടാറ്റ മോട്ടോഴ്സ്. മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവൽ ഓപ്ഷൻസ്. നമുക്കറിയാം പല വാഹനങ്ങളും ഇപ്പോൾ പെട്രോളിലേക്ക് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. ഡീസൽ വെഹിക്കിൾസ് ഉണ്ടായിരുന്ന, ഡീസലും പെട്രോളും ഓഫർ ചെയ്തിരുന്ന പല മാനുഫാക്ചറേഴ്സും ഇപ്പോൾ പെട്രോൾ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും പെട്രോൾ ഉണ്ട്, ഡീസലുണ്ട്, CNG ഉണ്ട്, EV ഉണ്ട്. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ലെക്സൺ എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എൻട്രിയാണ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. അറൗണ്ട് ഒരു 43 ഡീലർഷിപ്പ് തന്നെ കേരളത്തിൽ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മൾ അതിന് കോട്ടയത്താണ് ഏറ്റവും വലിയ, ഇപ്പൊ തന്നെ ടാറ്റയെ സംബന്ധിച്ചോളം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിരിക്കുന്ന കോട്ടയത്തെ ഷോറൂമാണ്. ഈ ഷോറൂം തന്നെ ഒരു 16,000 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 ഫ്ലോറായിട്ടാണ് ഈ ഷോറൂം നിൽക്കുന്നത്. ഈ ഷോറൂമിൽ തന്നെ നമുക്ക് അറ്റ് എ ടൈം ഒരു 12 കാർസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ കസ്റ്റമർ വന്നാൽ തന്നെ അവർക്ക് ഒറ്റ കൊടുക്കയിൽ തന്നെ എല്ലാ വണ്ടികളും അറ്റ് എ ടൈം കാണാൻ പറ്റും. നമുക്ക് സർവീസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഈ ഷോറൂം പണിത്. സാറിന് തന്നെ നോക്കിയാൽ അറിയാം, ടാറ്റയുടെ ഒരു ഷോറൂം ഇത്രയും വലുതായിട്ടോ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ടോ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ലെക്സൺ ഇതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം സാറിനറിയാം, ലീഡിങ് ഒരു കമ്പനിയാണ് ലെക്സൺ. അതിൻ്റെ കൂടുതൽ പേരന്റ് കമ്പനീസ് ഉണ്ട്. അതിൽ അവർ തന്നെ ഇതിലോട്ട് ടാറ്റ ഏറ്റെടുക്കണമെങ്കിൽ തന്നെ അത്രമാത്രം നമുക്ക് ആ സെയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉറപ്പുകൊണ്ടാണ് നമ്മളത് ഏറ്റെടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യുന്നുമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സെയിൽ മുമ്പോട്ട് പോകുന്നത്. സാർ കണ്ടാണ് നമ്മുടെ സർവീസ് തന്നെ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു 5 ഏക്കർ സ്ഥലത്താണ് ഏറ്റുമാനൂർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ ക്രൗഡ് തന്നെ ഒരു മാസം വന്നു പോകുന്ന 1000 above ക്രൗഡ്സ് ഉണ്ടാകും. ഇവിടെ തന്നെ നമുക്ക് പെർ ഡേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്ലോ മീൻസ് വണ്ടി കാണാൻ വരുന്നവർ തന്നെ 10-15 പേരിൽ മേലുണ്ടാകും. അത്രയും ഒരു ആൾക്കാർ പെർ ഡേ ഇവിടെ ഈ ഷോറൂം വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് കാരണം വൺസ് നമ്മൾ പ്രൂവ്ഡ് ആണ്. മാത്രമല്ല നമ്മളൊരു നമ്മുടെ ഹിസ്റ്ററി വെച്ചിട്ടാണെങ്കിലും സർവീസൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിലാണ് ഇത്രയും വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഏറ്റവും വലിയ വിശ്വാസം അത് തന്നെയാണ്. ഈ ലെക്സോണിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആഫ്റ്റർ സെയിൽസ് ആണ്. ഇപ്പോൾ സാറിന് തന്നെ അറിയാം, ഒരു സംഭവം എന്താണെന്ന് സാറിന് മേടിക്കാൻ എളുപ്പമാണ്. ആഫ്റ്റർ സെയിൽസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ലെക്സോണിനെ സംബന്ധിച്ചോളം അത് പ്രൂവ്ഡ് ആണ്. ആഫ്റ്റർ സെയിൽസിൻ്റെ അത് പ്രൂവ്ഡ് ആണ്. അത് നമ്മളിപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെയ്ത് പോകുന്നുമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത് 10 days ആയിട്ടില്ല. ഞാൻ മാക്സിമം എൻ്റെ സിസ്റ്ററിന് ഇന്ന് UK പോവാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡെലിവറി വേണമായിരുന്നു. അപ്പോൾ നമുക്ക് സാറ്റർഡേ തന്നെ നമുക്കൊരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, നമുക്ക് സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മാക്സിമം 2 days തന്നെ വേണം. എൻ്റെ മാക്സിമം തന്നെ എൻ്റെ സർവീസ് മാനേജർ അനന്തുവാണ്. അത് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വണ്ടി ഇറക്കി തന്നു. അത് നല്ല ഫാക്ടറാണ്. എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എനിക്ക് 100% നല്ല സർവീസ് സാറ്റിസ്ഫാക്ഷൻ തന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു ഡെയിലി ഒരു ഫുട്ഫോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറൌണ്ട് 15 കസ്റ്റമേഴ്സ്. അത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഷോറൂമാണ്. അപ്പോൾ 15 ഫുട്ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് കണ്ടീഷൻസിൽ അത് ഒട്ടും മോശമല്ലാത്തൊരു ഫുട്ഫോൾസ് ആണ്. അപ്പം നിങ്ങളുടെ അടുത്ത് കൂടുതൽ വാക്ക് ഇൻ ചെയ്യുന്നത് എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ്? ടാറ്റയെ സംബന്ധിച്ചോളം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് സേഫ്റ്റിയുടെ മെഷർമെന്റ് ആണ്. കസ്റ്റമറെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ആവശ്യം സേഫ്റ്റിയാണ്. ഇപ്പൊ കസ്റ്റമർ കൂടുതൽ വരാൻ കാരണം ഞാൻ പറയാം, ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു, നമുക്ക് അവർക്ക് കൊടുക്കാൻ പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് 5-6 ലക്ഷം രൂപ തൊട്ട് ഒരു 30-35 ലാക്സിന്റെ വരെ വണ്ടികൾ അവൈലബിൾ ആണ്. നമുക്ക് പെട്രോളിൽ വണ്ടികൾ അവൈലബിൾ ആണ്, ഡീസലിൽ വണ്ടികൾ അവൈലബിൾ ആണ്, CNG വണ്ടികൾ അവൈലബിൾ ആണ്. ഇപ്പൊ സാറിനറിയാം EV തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മൾ വിൽക്കുന്നതിന്റെ ഒരു 50% എബോവ് വണ്ടികളും EV ആണ്. കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്ന് ചോദിക്കുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആണ്. നമുക്കത് നല്ല രീതിയിൽ ലൈനപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണേലും, ഏത് റേഞ്ച് ആണേലും, എന്തെല്ലാം ഫീച്ചർ ഉള്ളതാണേലും നമുക്കത് മീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തപ്പം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഷോറൂമിന്റെ ഫെസിലിറ്റികൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ലാർജ് സ്പേസിലാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് തന്നെ മാറ്റിയാണ് ഈ ഷോറൂം വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും വലിയൊരു ഷോറൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷോറൂം പറയാൻ എളുപ്പമാണ്, ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനും എളുപ്പമാണ്. കാരണം കോട്ടയം ടൗണിലേക്ക് കയറേണ്ട,
ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് ഇവിടെ വരാൻ പറ്റും. മാത്രമല്ല കസ്റ്റമർ വന്നാൽ തന്നെയാണെങ്കിലും ഇപ്പൊ നമുക്ക് ഇത്ര ഒരു 16,000 സ്ക്വയർ ഫീറ്റിന് മേളിലാണ് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഈ ഏരിയ ചെയ്തേക്കുന്നത്. ഒരു കുറച്ചധികം കസ്റ്റമർ വന്നാൽ പോലും നമുക്ക് ഈ ഷോറൂമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഈ സൈഡിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ തന്നെ അടുത്തയാളെ കുറച്ച് മാറ്റി നിർത്തി ഇവർ തമ്മിലൊരു ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് സംസാരിക്കുന്ന തമ്മിലൊരു ബുദ്ധിമുട്ടോ ഉണ്ടാകാതെ ഈ ഷോറൂം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ 2 കസ്റ്റമർ ലോഞ്ച് ആണ് ഇവിടെ കസ്റ്റമർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നത്. കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വരുന്ന വഴി വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കഫ്റ്റേരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ നമുക്ക് സ്റ്റാഫ് തന്നെയുണ്ട്. അവർക്ക് എന്ത് നീഡ്സ് ആണ് നമ്മൾ ആദ്യം അത് ചെയ്ത് കൊണ്ട് നമ്മൾ ബിസിനസ് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ നമ്മൾ ഷോറൂമിൽ കംഫർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് സംസാരിച്ച് തുടങ്ങത്തുള്ളൂ. അവർക്ക് ഇവിടെ വന്നൊരു ബിസിനസ്സിന് വേണ്ടി വന്നൊരു ഫീല് നമ്മൾ കൊടുക്കാറില്ല. നമ്മുടെ CS ആണെങ്കിലും കസ്റ്റമറുടെ നീഡ് അറിഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ പെരുമാറാറ് പോലും ഉള്ളൂ. ഇന്ന് റിവ്യൂ ചെയ്തത് ഈ ഒരു ടാറ്റ ലെക്സൺ ഷോറൂമിനെ പറ്റിയാണ്. നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ടാറ്റ ലെക്സൺ സർവീസ് സെന്ററിനെ പറ്റി. എങ്ങനെയുള്ള സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിലും ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.